ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്റഫുൽ ഹൽക്ക് ത്വാഹ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര വിശദീകരണമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഓരോ ചരിത്രങ്ങൾ നമുക്ക് പറയണം. എന്നാലും കാലം അവസാനിക്കുകയല്ലാതെ നമ്മളെ ചരിത്രങ്ങൾ അവസാനിക്കില്ല. കാരണം ഇതൊക്കെ കറക്റ്റ് എവിഡൻസും അതായത് കറക്റ്റ് രേഖകളുള്ള ചരിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഇത്ര പൂർത്തീകരിച്ച രൂപം നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് പല മേഖലയിൽ പോയാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഹബീബായ തങ്ങൾ മിഹ്റാജിന്റെ യാത്ര എത്ര കേട്ടാലും മതിയാകാത്തൊരു കഥയാണത്. കാരണം അത് ഈമാനുള്ള ഒരു മനുഷ്യന് മിഹ്റാജിന്റെ കഥ എത്ര തിരിഞ്ഞും മറിഞ്ഞും കേട്ടാലും, കാരണം 3-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും പിന്നെയും നമ്മൾ എവിടുന്ന് കേട്ട് കഴിഞ്ഞാലും ഇത് വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്ന് മാത്രം തന്നെയാണ്. ഹബീബായ തങ്ങളോടുള്ള പ്രിയം, അവിടത്തേക്കുള്ള ഇഷ്ക്, മുഹബത്ത് നമ്മളെ മനസ്സിൽ അള്ളാഹു നിറച്ചു തരട്ടെ. അത് ഏറ്റവും വലിയൊരു നിഹ്മത്താണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവിടുത്തെ ആകാശയാത്ര. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മു ആനിയ റളിയല്ലാഹു അൻഹ. ഉമ്മു ആനിയയുടെ വീട്ടിലാണ് അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാനിരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുണർത്തി മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദീർഘമായൊരു യാത്രയാണ് അവിടെ നടന്നത്. ഏതായാലും മസ്ജിദുൽ ഹറാമിൽ നിന്നും വീണ്ടും ഒരു ദീർഘയാത്രക്കുള്ള ഒരുക്കത്തിലാണ് അവർ ഉള്ളത്. അതിനുള്ള വാഹനം എത്തിച്ചിട്ടുണ്ട്. ഒരു മൃഗമാണ്. ആ മൃഗത്തെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. കവിതയേക്കാൾ വലിപ്പമുണ്ട്, എന്നാലോ കോവർ കവിതയേക്കാൾ ചെറുതുമാണ്. കാരണം നമുക്കിവിടെ കവിതകളെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയാത്തത്. എങ്കിലും അതിന്റെ ഒരു ചരിത്ര വിശദീകരണത്തിൽ അങ്ങനെയാണ് പറയുന്നത്. വെളുത്ത നിറമാണ്, ഒരു അത്ഭുത ജീവി. അതിനൊരു പേരുണ്ട്, ബുറാക്ക്. അതിൽ കയറി യാത്ര തുടങ്ങി. 2 പേരുമുണ്ട്. പെട്ടെന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. പ്രവാചകന്മാർ സാധാരണ ബൈത്തുൽ മുഖദ്ദസിൽ വരുമ്പോൾ അവിടെ അവരുടെ വാഹനത്തെ കെട്ടിയിടുന്ന ഒരു സ്ഥലമുണ്ട്. സാധാരണ മൃഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ബുറാക്കിനെ അവർ ബന്ധിപ്പിച്ചു. മസ്ജിദുൽ അക്സയിൽ പ്രവേശിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് പുറത്തു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാത്തു നിൽക്കുകയുണ്ടായിരുന്നു പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ മുന്നിൽ 2 പാനപാത്രങ്ങൾ വെച്ചു കൊടുത്തു. അതായത് തങ്ങൾ ഇറങ്ങി വരുമ്പോൾ 2 പാനപാത്രങ്ങൾ വെച്ചു കൊടുത്തു. അതായത് തങ്ങൾ യാത്ര ചെയ്യാണല്ലോ, ആ യാത്രയിലുള്ള ഭക്ഷണം, അതായത് എന്തെങ്കിലും ഭക്ഷണം വേണമല്ലോ എന്ന നിലയ്ക്ക് ഒന്നിന് പാലും മറ്റൊന്നിനും മദ്യവുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും പാല് സ്വീകരിച്ചു. അതിനുശേഷം ആകാശാരോഹണം ആരംഭിക്കുകയാണ്. അതായത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും അവർ യാത്ര നേരെ ആകാശ ആരോഹണം തുടങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 1-ാം ആകാശത്തെത്തിയിട്ട് അവിടെ നിന്നും അവിടുത്തെ അതിന്റെ പാറാവുകാരനായ മലക്കിനോട് പറഞ്ഞു, ഇതാ ഞങ്ങൾക്കൊന്ന് പ്രവേശനം വേണം. ഉടൻ തന്നെ താങ്കളുടെ കൂടെ ആരാണ്? മലക്കിന്റെ ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി നൽകി, അഷ്റഫുൽ ഹൽക്കിന് സ്വാഗതം. ഒരാൾ അവിടെ ഇരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തി, മാനവകുലത്തിന്റെ പിതാവായ നമ്മുടെ എല്ലാം പിതാവ്, ഈ ലോകം അവസാനിക്കുന്നവരെയുള്ള മനുഷ്യരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അവിടെ ഇരിക്കുന്നത്. അഭിവാദ്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കെട്ടിപ്പുണർന്നു. പ്രത്യഭിവാദം എന്ന നിലയ്ക്ക് ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഉന്നതനായ പുത്രനും സ്വാഗതം, റസൂലുള്ളാഹി സ്വാഗതം. പിന്നീട് 2-ാം ആകാശം. അവിടെ നിന്നും മലക്കുകളുടെ ചോദ്യവും ഉത്തരവും എല്ലാം കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. യഹിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, അഭിവാദ്യം ചെയ്തു. 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. 5-ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 7-ാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ഇവരൊക്കെ കണ്ടുമുട്ടി പ്രവാചകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർ പ്രവാചകനെ സ്വാഗതം ചെയ്ത് വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി അവിടെ നിന്നുമുള്ള യാത്ര സിദ്റത്തുൽ മുൻതഹയിലേക്കാണ്. അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവേശനമില്ല. അവിടുന്ന് അങ്ങോട്ട് ഹബീബായ തങ്ങൾ ഒറ്റക്കുള്ള യാത്രയാണ്. സർവശക്തനായ അള്ളാഹുവുമായുള്ള സംഭാഷണമാണ് അവിടെ നടന്നത്. ഭൗതികവും അമാനുഷികവുമായ കാര്യങ്ങൾ. അങ്ങനെ അവിടെ നിന്നും തിരിച്ച് യാത്ര പോരുകയാണ്. 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീണ്ടും കാണുന്നു. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും എന്തൊരു സമ്മാനമായിട്ടാണോ തങ്ങൾ വരുന്നത്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 50 വക്ത് നിസ്കാരം ഒരു ദിവസം. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തങ്ങളുടെ സമുദായത്തിന്റെ ഇതൊരു നിലക്കും ചെയ്യാൻ കഴിയുന്നതല്ല. തങ്ങൾ തിരിച്ചുപോയി ഒന്നുകൂടെ സംസാരിച്ചു നോക്കൂ.
അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ 45 ചുരുക്കി കൊടുക്കുന്നു. വീണ്ടും 9 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുകയും അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ 5 വക്തായ ശേഷവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഒന്നുകൂടെ പോയി നോക്കൂ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ലജ്ജയാണ് തങ്ങളെ. 5 നേരത്തെ നിസ്കാരത്തിന് 50 നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. ഒരു നേരത്തെ നിസ്കാരത്തിന് 10 ഇരട്ടി പ്രതിഫലവുമുണ്ട്. ഈ യാത്രയിൽ സ്വർഗവും നരകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. വിവിധ കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരെയും കണ്ടു. അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചു കൊടുത്തു. ആ ലോകത്ത് നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി. എല്ലാം കണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു സംഘം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. മക്കയിലേക്ക് തന്നെ മടങ്ങി. ഒരു രാത്രി കൊണ്ട് യാത്ര അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ ഉമ്മു ആനി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നിന്നും എണീറ്റ് വന്ന് കാര്യങ്ങൾ ഉമ്മു ആനിയോട് വിശദീകരിച്ചു കൊടുത്തു. ഉമ്മു ആനി ഇത് കേട്ട ഉടനെ മറ്റ് ആളുകളോട് പറയണ്ട എന്ന് പറയുകയും, ഞാൻ ഹറമിലേക്ക് പോകുന്നു, ഈ വിവരം എല്ലാവരോടും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തങ്ങൾ അവിടേക്ക് പോകരുത്, അവരാരും അത് വിശ്വസിക്കില്ല, അവർ കളിയാക്കിയിരിക്കും. ഉമ്മു ആനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചിരിക്കട്ടെ, കളിയാക്കട്ടെ, അള്ളാഹു എനിക്ക് നൽകിയത് അനുഗ്രഹം ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും, അത് മൂടിവെക്കാൻ പാടുള്ളതല്ല. ഹറമിലേക്ക് ചെന്നു. അബൂജഹൽ ഉൾപ്പെടെയുള്ള സദസ്സിന് മുമ്പിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി യാത്രയെക്കുറിച്ചുള്ള പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. അവർ ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ചിലർ അബൂബക്കർ റളിയല്ലാഹുവിനോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവർ പറഞ്ഞു കഅബയുടെ അടുത്ത് വെച്ച് സംഭവം വിവരിക്കുന്നുണ്ട്, ഇപ്പോഴും പോയാൽ കാണാവുന്നതാണ്. കഅബയുടെ അടുത്ത് വെച്ച് സംഭവം പ്രവാചകർ വിശദീകരിക്കുന്നുണ്ട്. നബി അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. പ്രവാചകനിലുള്ള ഈ വിശ്വാസം അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന വിശേഷണം നേടിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടില്ലെന്ന് ശത്രുക്കൾക്കും മിത്രക്കൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ആ പള്ളിയെക്കുറിച്ചും അതിന്റെ വാതിലിനെ കുറിച്ചും അവർ പല ചോദ്യങ്ങളും ചോദിച്ചു. എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. പക്ഷെ അവരുടെ ഇടയിൽ ഒരു നേതാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. അതിരിക്കട്ടെ, ഇവിടെ ഞങ്ങളുടെ ഒട്ടക സംഘം അതുവഴി വരുന്നുണ്ട്. ഒട്ടക സംഘം എവിടെ എത്തിയെന്നും അത് എന്ന് തിരിച്ച് മക്കയിലെത്തുമെന്നും പറഞ്ഞു കൊടുക്കും. അവർ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകം എവിടെ എത്തിയെന്നും ഒട്ടക സംഘം എന്ന് മക്കത്ത് തിരിച്ചെത്തുമെന്നും അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പറഞ്ഞ ദിവസം തന്നെ ഒട്ടക സംഘം എത്തിച്ചേർന്നു. ഇതൊക്കെ ആയിട്ടും ഖുറൈശികൾ വിശ്വസിച്ചില്ല. അവരുടെ ധിക്കാരം അനുവദിച്ചില്ല. അവർ മർദ്ദനത്തിനുള്ള ശക്തി കൂട്ടിക്കൊണ്ടേയിരുന്നു. മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് വരെയും അവിടെ നിന്നും ആകാശത്തേക്കുള്ള യാത്രയും ഇസ്രാഹ് മിഹ്റാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും നമുക്ക് പറയണം. അതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഗുണം ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു ഷെയറും ഒരു ലൈക്കും ആർക്കെങ്കിലും ഗുണം ചെയ്തെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്റെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.